പട്ടിണിയും പ്രതിസന്ധിയും ഒപ്പം ചില ശാരീരിക വൈകല്യങ്ങളും തന്നെ പിറകോട്ട് വലിച്ചപ്പോഴും അവയെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് ഉയരങ്ങൾ കീഴടക്കിയ ഒരു ബ്രസീലിയൻ ഇതിഹാസമുണ്ട്. അതെ, ഒരു കാലത്ത് തന്റെ വളഞ്ഞ കാലുകളിലേക്ക് ലോകത്തെ ഒന്നടങ്കം ആവാഹിച്ചെടുത്ത മാനുവൽ ഫ്രാൻസിസ്കോ ഡോ സാന്റോസ് എന്ന മാനെ ഗരിഞ്ച. വികൃതമായ നട്ടെല്ലും വളഞ്ഞ വലതുകാലിനേക്കാൾ 6 സെന്റിമീറ്റർ നീളം കുറഞ്ഞ ഇടതുകാലുമായി ജനിച്ച ഗരിഞ്ചക്ക് നടക്കാൻ പോലും കഴിയില്ലെന്നാണ് ഡോക്ടർമാർ കരുതിയത്. എന്നാൽ ആ വൈകല്യങ്ങളെ തന്നെ അയാൾ തന്റെ ആയുധമാക്കി മാറ്റി. ആ കാലഘട്ടത്തിൽ ഡ്രിബ്ലിംഗിൽ അയാളെക്കാൾ മികച്ച മറ്റൊരാൾ ഉണ്ടായിരുന്നില്ല. പെലെക്കൊപ്പം 1958 വേൾഡ് കപ്പിലെ തന്റെ ആദ്യ അരങ്ങേറ്റം കുറിച്ച അദ്ദേഹം ആ വേൾഡ് കപ്പിൽ പെലെയോടൊപ്പവും തൊട്ടടുത്ത വേൾഡ് കപ്പിൽ പെലെയെ കൂടാതെ ഏതാണ്ട് ഒറ്റയ്ക്കും ബ്രസീലിനായി 2 തവണ വേൾഡ് കപ്പ് കിരീടങ്ങൾ അയാൾ നേടിക്കൊടുത്തു. എന്നാൽ ഒരു പ്രൊഫഷണൽ ഫുട്ബോളർ സ്വീകരിക്കേണ്ട ജീവിതശൈലിയായിരുന്നില്ല അയാളുടേത്. അമിതമായ മദ്യപാനവും ചില തെറ്റായ തീരുമാനങ്ങളും ഒപ്പം തന്റെ കാൽമുട്ടിനേറ്റ പരിക്കും അയാളിലെ പ്രതിഭയെ പതിയെ ഇല്ലാതാക്കി. ഒരുപക്ഷെ മദ്യത്തിനും പെണ്ണിനും പിറകെ പോയി ജീവിതത്തിൽ സ്വയം സെൽഫ് ഗോൾ അടിച്ച് നശിച്ചില്ലായിരുന്നുവെങ്കിൽ പെലെക്കും മറഡോണക്കുമൊപ്പം വാഴ്ത്തപ്പെടേണ്ട പേരായിരുന്നു അയാളുടേത്.